വെള്ളം കുടിക്ക് ശ്രീകലെ. സമാധാനിക്ക് ശ്രീകലെ. ശ്രീകല ആത്മഹത്യക്ക് ഒരുങ്ങിയപ്പോ ഗോപിക അനുഭവിച്ച വിഷമം ശ്രീകല കണ്ടതല്ലേ? അപ്പോ ശ്രീകലയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ എന്താവുന്നറിയോ ദേവികയുടെയും ഗോപികയുടെ അവസ്ഥ? അവർക്ക് പിന്നീട് സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാവോ? അതെന്താ ശ്രീകല മനസ്സിലാക്കാത്തെ? ജാനകിയും എന്നെപ്പോലൊരമ്മയല്ലേ? എന്റെ അവസ്ഥ ജാനകിക്ക് മനസ്സിലാവില്ലേ? ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ജാനകി ചിന്തിക്കും. സ്മൃതിക്ക് വേണ്ടിയാണെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തിന് ജാനകി സമ്മതിക്കോ? എനിക്ക് മനസ്സിലാവും ശ്രീകല. ശ്രീകല ചിന്തിക്കുന്നത് പോലെ തന്നെ എന്റെ കുഞ്ഞിന് ഏറ്റവും നല്ലതല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കില്ല. എന്റെ മകന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വധു ശ്രീകലയുടെ മകള് ദേവിക. അതുകൊണ്ടാ ഈ വിവാഹം നടന്നേ തീരുമെന്ന് ഞങ്ങള് താല്പര്യപ്പെടുന്നേ. ശ്രീകല വിശ്വസിക്കും. ദേവിക കൂടെ ഉണ്ടെങ്കിൽ സിദ്ധുവിന്റെ അസുഖം മാറും. അവളുടെ സാമീപ്യം കൊണ്ട് സിദ്ധു പഴയ സിദ്ധു ആകെ. ശ്രീകലെ, എന്റെ മോന്റെ ഭാര്യയായിട്ടല്ല, എന്റെ മോളായിട്ടാ ഞാൻ ദേവിക ഇവിടേക്ക് സ്വീകരിക്കുന്നേ. ദേവികയ്ക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടായിരിക്കില്ല. അവൾ ഈ വീടിന്റെ ലക്ഷ്മിയായിരിക്കും ശ്രീകലെ. അതുകൊണ്ട് എല്ലാം മറന്ന് ശ്രീകല ഈ വിവാഹത്തിന് സമ്മതിക്കണം. അമ്മേ, എന്താ മോളെ? ഇന്ന് ടൂർ ഫീസ് അടയ്ക്കാനുള്ള അവസാന ദിവസം. ഞാനും ഗോപിക ഇതുവരെ അടച്ചിട്ടില്ല. ഇത്തവണ മക്കളെ ടൂറിന് പോണ്ട. അമ്മ, എല്ലാ കുട്ടികളും പോകുന്നുണ്ട്, ഞങ്ങള് മാത്രം. ഞങ്ങൾ എന്താ അമ്മ ടൂറിന് വിടാത്ത? ടൂർ ഫീസ് അടയ്ക്കാൻ പണം വേണ്ടേ മോളെ? അച്ഛന്റെ കയ്യിൽ ഇതിപ്പോ ഇല്ലല്ലോ. അതെന്താ അച്ഛൻ്റെ കയ്യില് പണം ഇല്ലാത്ത? അത് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറി നല്ലൊരു വീട് വെക്കാൻ പോവല്ലേ. അച്ഛൻ അതിന്റെ നെട്ടോട്ടത്തിലാ. അതിനിടയില് മക്കൾ ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. എനിക്ക് ടൂറിന് പോണം. ഗോപികെ, പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? എന്നാലും എന്റെ മക്കൾക്ക് വേണ്ടതെല്ലാം അവരുടെ ജീവിതത്തിൽ നേടിക്കൊടുക്കണം. അതാ എന്റെ ആഗ്രഹം. ഇവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. ദേവിക, ഈ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് ഒന്നിനും വേണ്ടി കഷ്ടപ്പെടേണ്ടി വരില്ല. അന്ന് എല്ലാത്തിനും എന്റെ ഒപ്പം മോഹനേട്ടൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സന്തോഷം മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എത്രമാത്രം സന്തോഷത്തില് ഞങ്ങൾ കഴിഞ്ഞിരുന്നെന്നറിയോ? എന്നാൽ വിധി അതെല്ലാം മാറ്റിമറിച്ചു. ശരിക്കും ദേവികയുടെ അച്ഛൻ എന്താ സംഭവിച്ചേ? അത് ഞാനും മോഹനേട്ടനും കൂടി
ആക്സിഡന്റ് മോഹനേട്ടൻ മോഹനേട്ടൻ ഞങ്ങളെ വിട്ടുപോയി. ശ്രീകലെ, പക്ഷെ അവനെ എന്റെ മോഹനേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല. എന്നെങ്കിലും ഈശ്വരൻ അവനെ എന്റെ കൺമുന്നിൽ കാണിച്ചു തരും. അന്ന് അവന്റെ അവസാനമായിരിക്കും. കൊല്ലും ഞാൻ അവനെ. എത്ര കാലം കഴിഞ്ഞ് അവൻ എന്റെ കൺമുന്നിൽ വന്നാലും അവനെ ഞാൻ തിരിച്ചറിയും. അവന്റെ ശവം കാണാതെ ഞാൻ അടങ്ങില്ല. അതിനു വേണ്ടിയാ ഞാൻ ദിവസങ്ങൾ എണ്ണി എണ്ണി കാത്തിരിക്കുന്നത്.